മൈൻക്രാഫ്റ്റ് ബട്ട് ഇവിടെ എന്തെങ്കിലും സാധനം കാണുന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ തന്നെ ഇതൊരു മോഡാണ് ഗീസ്. മൈൻക്രാഫ്റ്റ് പക്ഷേ ഇതൊരു മോഡാണ്. പക്ഷേ ഇതെന്താ മോഡെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഗീസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. എന്താ സംഭവം എന്നറിയോ ഗീസ്? ഈ സാധനം നമുക്ക് നല്ല ആവശ്യമില്ല, അത് നമ്മൾ കളയാം. അപ്പോൾ ഗീസ് ഇങ്ങനെ സംഭവം കാണിച്ചില്ല. ഇതൊക്കെ ഞാനല്ല ഫസ്റ്റ് നമുക്ക് ഇവിടെ വേണ്ടി സാധാരണ ടൂൾസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് മോഡ് എന്താണെന്നറിയോ? നമ്മൾ എന്ത് പൊട്ടിക്കുന്നോ ആ സാധനം കൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് എന്തെങ്കിലും ഒരു ബ്ലോക്ക് പൊട്ടിച്ചാൽ നമ്മൾ കൈ പിടിച്ചിരിക്കുന്ന സാധനം അത് എൻചേൻ്റ് ചെയ്യും ഗൈസ്. പക്ഷെ ഒന്നും വെച്ചിട്ട് ഇരിക്കുന്ന ബ്ലോക്കൊന്നും എൻചേൻ്റ് ആവത്തില്ല. എൻചേൻ്റ് ആവാത്ത സാധനം ഒന്നും എൻചേൻ്റ് ആവത്തില്ല ഗൈസ്. പിന്നെ എത്ര മാത്സ് എൻചേൻറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊണ്ടുവരാം ഗീസ്. കണ്ടു ഗീസ് എന്തൊക്കെയാണ്? എഫിഷ്യൻസി 3, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 5 കിട്ടി. കണ്ടോ ഗീസ് ഇപ്പം ഇത്ര പെട്ടെന്നാവുന്നതെന്ന്. അൺബ്രേക്കിങ്ങും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും പൊട്ടൂല ഗീസ്. അയ്യോ സിൽക്ക് ടച്ചും കിട്ടി. ആ ഗീസ് സിൽക്ക് ടച്ചും കിട്ടി. അത് വേണ്ടായിരുന്നു ഗീസ് എനിക്ക്, എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല ഗീസ് സിൽക്ക് ടച്ച് ഇല്ലാണ്ടും അങ്ങനത്തെ ഒന്നും ആയിരിക്കും ഉണ്ടാവുക ഗീസ്. അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കേണ്ടി വരും. സിൽക്ക് ടച്ച് കിട്ടി ഗീസ്. എനിക്കത് ആവശ്യമില്ലായിരുന്നു. സിൽക്ക് ടച്ച് വിട് ഗൈസ്, എനിക്കാവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യും? സിൽക്ക് ടച്ച് ഇതാ എഫിഷ്യൻസി, മെൻഡിങ്, ഫോർച്യൂണ്, അൺബ്രേക്കിങ്, എഫിഷ്യൻസി 2, അൺബ്രേക്കിങ്, ഫോർച്യൂണ് ഗൈസ് ചെയ്തുകൊണ്ടേക്കാം. ഗീസ് ഇപ്പം നമ്മളിൽ ഏതൊക്കെ എൻചേൻറ്റ്മെൻ്റ് ഉണ്ട്? ആ ഗീസ് ഈ പിക്കാസ് നല്ല രസമുള്ള പിക്കാസാണ്. ഇതിന് അങ്ങനത്തെ സിൽക്ക് ടച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഗീസ്. അപ്പോൾ ഇത് നല്ല എൻചേൻറ്റ്മെൻ്റ് ഉള്ള സാധനമായിരുന്നു. ഗീസ് 64. ഇനി ആ ഗീസ് നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഗീസ്. ഒരു ആക്സ് വേണം, ഒരു സ്വാഡ് വേണം, ഒരു പിക്കാസും വേണം. സ്വാഡ് നമ്മൾ രണ്ടാമത്തേൽ വെക്കും, പിക്കാസ് നമ്മൾ ഇങ്ങോട്ട് വെക്കും, ആക്സ് നമ്മൾ ഇങ്ങോട്ട് വെക്കും. കുറച്ചൊന്ന് എൻചാൻമെൻ്റ് ഒക്കെ ഒന്ന് ചെയ്യണം. എഫിഷ്യൻസി, അൺബ്രേക്കിങ്, ഫോർച്യൂണ് ദൈസ് എണ്ണൊന്നും വേണ്ട ചെയ്തോണ്ടൊക്കെ ദൈസ് കുറച്ച് എൻചാൻമെൻ്റ് ഒക്കെ കിട്ടി. ഇനി ഗൈസ് ആരാ എന്താടാ മോനെ ഈ ഡാഷ് മോനുണ്ടല്ല ഗൈസ്. നമുക്കിതിങ്ങനെ പൊളിച്ചിട്ട് സ്മൈറ്റ്, എഫിഷ്യൻസി, അൺബ്രേക്കിങ്, ഫോർച്യൂൺ, എഫിഷ്യൻസി, മെൻഡിങ് അങ്ങനെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ് ഭയങ്കര ഓപ്പീസാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ നമ്മുടെ ഡിസ്കോഡ് സെർവർ ഒന്ന് ജോയിൻ ആവാൻ നോക്കുക. നമുക്ക് ഒരുമിച്ച് കളിക്കാം ഗൈസ്. ആരും കളിക്കാനില്ല, ഒറ്റക്ക് തന്നെ കളിക്കേണ്ടി വരില്ലെങ്കിൽ ഗൈസ്. എന്തൊക്കെ ഉണ്ട് ഇത്? ഇനി ഗൈസ് സ്വാഡ് റെഡിയാക്കേണ്ടി വരും. സ്വാഡിന് നമുക്കിത് ഒട്ടിക്കാം. ഓ ഗൈസ് മെൻഡിങ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ പൊട്ടാത്ത തന്നെ റെഡി ആവുന്നുണ്ട് ഗൈസ്. അടുത്താണെങ്കിൽ പൊട്ടൂല്ല ഗൈസ്. സീന് നമുക്കെല്ലാം കിട്ടി. അല്ല എന്തൊക്കെ ഉണ്ട് ഗൈസ്?
ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ് ചാടി കളിക്കുന്നു. എന്തോ വിളിച്ചു പറ്റി ഗൈസ്, എന്തോ വിളിച്ചു പറ്റിയതാ. ഞാൻ താഴോട്ട് ഇറങ്ങിയിരുന്നു. ഞാൻ സ്പീഡിൽ അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് എന്തോന്ന് കുറച്ച് അയറം മതി ഗൈസ് എനിക്ക്. നമ്മളിൽ ഇങ്ങനെയില്ല എന്നാൽ ഇതെന്തപ്പോൾ സംഭവിക്കുന്നത് ഗൈസ്? നമുക്ക് ഇനിയും താഴോട്ട് പോവാം. കുറച്ച് അയറണാണ് ഈ വേണ്ടേ. -11 നമുക്ക് അയറം നല്ല കിട്ടും ഗൈസ്. -11 തോന്നുന്നത്. -50 -51 ഡയമണ്ട് ഉണ്ട് ഗൈസ്. അങ്ങനെ എന്തോ ഉണ്ട് ഗൈസ്. എല്ലാ സ്ഥലവും ഒന്ന് കുഴിച്ച് നോക്കാം. ഗൈസ് എവിടെ ഇല്ല. ഗൈസ് പൊട്ടിക്കില്ല. സ്റ്റോണിൻ്റെ ആവശ്യമുള്ള ഡയമണ്ട്. ഓ ഡയമണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും ഗൈസ്. എനിക്ക് മറ്റേത് മാത്രം മതി. എന്തായിരുന്നു എൻ്റെ പേര്? നമ്മുടെ പിക്കാസ് എന്തായാലും മുട്ടാനായി. മെൻഡിങ് അത്ര പെട്ടെന്നൊന്നും ആവുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് എന്താ? ഒരു പിക്കാസ്. കുറച്ച് അൺചൈൻമെൻറ്റ് കൊണ്ടുവരണം. അൺബ്രേക്കിംഗ് എഫിഷ്യൻസി 2, അൺബ്രേക്കിംഗ് 2, മെൻഡിങ് എഫിഷ്യൻസി സെറ്റ്. നമുക്കിപ്പോൾ റെഡി. അതിന് പിന്നെ സ്പീഡ് ഉണ്ട് കേട്ടോ, ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ സ്പീഡ് കൂടി വരാം. ഇത് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. എൻചാൻറ്റ് ചെയ്യാനൊക്കെ ആവശ്യം വരും ഗൈസ്. ഇനി എങ്ങോട്ടാണ് ഞാൻ തപ്പണ്ടേ? എല്ലാ സ്ഥലം നോക്കാം. അപ്പോൾ ഗൈസ് എനിക്കൊരു ചെറിയൊരു കേവ് കിട്ടി. ഓ ഗൈസ് അയറം കിട്ടി ഗൈസ്. ഇവൻ എന്തായാലും പൊട്ടനാണ്. ഇവനെതിരെ കൂടി ചാടിപ്പോയിക്കോളൂ ഗൈസ്. നമുക്ക് ഗ്രാവലുണ്ടല്ലോ, എനിക്കൊട്ടും ഇഷ്ടമല്ല ഗൈസ്. ഇതൊക്കെ പോയി. അല്ലോട് ഗൈസ്. ഇനി നമുക്ക് സമയമായി ഗൈസ്. ഗെറ്റിംഗ് ആൻഡ് അപ്ഡേറ്റഡ്. എത്ര കിട്ടി? ലൂട്ടിങ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിൽ ലൂട്ടിങ് ഉണ്ടായിരുന്നു. ഇനി ഗൈസ് നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ഗൈസ് ഇതാണ് നമ്മുടെ ഡയമണ്ട്, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇവിടെ നമ്മളിതൊന്നും എന്താ ഉണ്ടാക്കാന്നറിയാം. ഫസ്റ്റ് ഫർണസ് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫർണസ് ഉണ്ടാക്കാം. ഇത് സിൽക്ക് ടച്ച് ഉണ്ട്, അതുകൊണ്ടല്ലേ. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? കുറച്ച് കോളി സെറ്റ്. ഇനി ഗൈസ് ഇതിനേക്ക് എടുക്കാനുള്ള വെയിറ്റിംഗ് ഉള്ളൂ ഗൈസ്. ഞാനിപ്പോൾ സീനാവാൻ പോവേ. ഗെറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡ് ഗൈസ്. ഇതെന്താ റെഡ് സ്റ്റോൺ കിട്ടി, പക്ഷെ പൊളിക്കാൻ മറ്റേത് വേണം.
ഗൈസ് എടുക്കട്ടെ. മൂവീസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിവിടെ ഇത്ര ഏറെ ഉണ്ടാക്കിയിട്ട് അത് മൊത്തം ഞാൻ അറിയാണ്ട് ഞാൻ ആക്സിലോട്ട് ഇട്ടാലോ. എൻ്റെ ഈ സാധനത്തിന് അയ്യോ സിൽക്കിടച്ച് കിട്ടി, അറിയാണ്ടിക്ക് സിൽക്കിടച്ച് കിട്ടി. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, അല്ലാണ്ട് ഒരു വഴിയുമില്ല ഗീസ്. എൻ്റെ ഫുഡില്ല, എനിക്ക് നേരെ മുകളിലോട്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോകേണ്ടി വരും ഗീസ്. അതിന് മുമ്പ് നമ്മുടെ ഫർണസിൽ സാധനങ്ങളൊക്കെ നോക്കട്ടെ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.